നമസ്കാരം. റിച്ച് ഇന്ത്യൻ കൾച്ചറിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പഞ്ചഭൂത സ്ഥലങ്ങളിൽ ജലത്തെ പ്രതിനിധാനം ചെയ്യുന്ന ക്ഷേത്രമാണ് തിരുച്ചി തിരുവാണേക്കാവലിലുള്ള ജംബുകേശ്വര ക്ഷേത്രം. ഇവിടെ മഹാദേവനെ ജംബുകേശ്വരരായും പാർവതീദേവിയെ അഖിലാണ്ടേശ്വരിയായും ആരാധിക്കുന്നു. ഈ ക്ഷേത്രത്തിന്റെ ശ്രീകോവിലിനുൾപ്പെടെ നിരവധി പ്രത്യേകതകളുണ്ട്. ആദി ശങ്കരാചാര്യർ അഖിലാണ്ടേശ്വരി ദേവിയുടെ കാതുകളിൽ ശ്രീചക്രം അണിയിച്ച് ദേവിയെ ശാന്തയാക്കിയ സ്ഥലം കൂടിയാണിവിടം. ഒട്ടനവധി പ്രത്യേകതകളുള്ള ജംബുകേശ്വര ക്ഷേത്രത്തിന്റെ കാഴ്ചകളിലേക്കും വിശേഷങ്ങളിലേക്കും എല്ലാവർക്കും സ്വാഗതം. ഏക്കറിലായി 5 പ്രകാരങ്ങളോടുകൂടി അഥവാ ചുറ്റമ്പല വീഥികളോടുകൂടി നിലകൊള്ളുന്ന ക്ഷേത്രമാണിത്. ഈ ക്ഷേത്രത്തിന് ഏകദേശം 1800 വർഷങ്ങൾ പഴക്കമുള്ളതായി കരുതുന്നു. കോച്ചൻകണ്ണൻ എന്ന ചോഴ രാജാവാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചത്. ഇദ്ദേഹത്തെ കോച്ചൻകണ്ണ ചോഴൻ എന്നറിയപ്പെടുന്നു. ചുവന്ന കണ്ണുകളോടുകൂടിയ എന്ന അർത്ഥത്തിലാണ് രാജാവിനെ കോച്ചൻകണ്ണൻ എന്ന് വിളിച്ചിരുന്നത്. കഴിഞ്ഞ ജന്മത്തിലെ ഓർമ്മകൾ ഭാഗികമായി ഈ ജന്മത്തിലും ഉണ്ടാവുക എന്നത് വളരെ അപൂർവമായി പലയിടത്തും കേട്ടിട്ടുണ്ട്. എന്നാൽ കഴിഞ്ഞ ജന്മത്തിന്റെ ഓർമ്മകൾ പേറി ജനിച്ചതായിരുന്നു കോച്ചൻകണ്ണ ചോഴൻ. സുബദേവ രാജാവിനും കമലാവതിക്കും ഭഗവാൻ ശിവന്റെ അനുഗ്രഹത്താൽ ജനിച്ച കുഞ്ഞായിരുന്നു കോച്ചൻകണ്ണൻ. കമലാവതി കോച്ചൻകണ്ണനെ പ്രസവിക്കുന്നതിന് തൊട്ടു മുൻപ് കുഞ്ഞു ജനിക്കുന്നതിന് ശുഭമുഹൂർത്തം കുറിച്ചു നൽകാൻ കൊട്ടാരം ജ്യോത്സ്യന്മാരോട് ആവശ്യപ്പെട്ടു. ജ്യോത്സ്യരുടെ അഭിപ്രായത്തിൽ ഒരു നാഴിക കൂടി കഴിഞ്ഞ് കുഞ്ഞ് ജനിക്കുകയാണെങ്കിൽ ഈ കുഞ്ഞ് ശിവകുലത്തിന് തന്നെ മഹിമ നൽകുന്ന തരത്തിൽ ജീവിക്കും എന്നറിയിച്ചു. അതിനാൽ റാണി ദാസിമാരോട് പ്രസവം നീട്ടിവെക്കുന്നതിനായി സ്വന്തം കാലുകൾ കൂട്ടിക്കെട്ടി മുകളിലേക്ക് തൂക്കിയിടാൻ ആവശ്യപ്പെട്ടു. സമയമായപ്പോൾ റാണി ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകി. ജനിച്ചപ്പോഴേ ചുവന്ന കണ്ണുകളുമായിട്ടായിരുന്നു രാജാവിന്റെ ജനനം. കഴിഞ്ഞ ജന്മത്തിൽ കോച്ചങ്ക ചോഴൻ ഒരു ചിലന്തിയായിട്ടായിരുന്നു ജനിച്ചത്. കൈലാസത്തിലെ 2 ശിവഭൂതഗണങ്ങളായിരുന്നു മാല്യവാനും പുഷ്പദന്തനും. രണ്ടുപേരും തമ്മിലുണ്ടായ തർക്കത്തിനൊടുവിൽ 2 പേർക്കും ശാപം ലഭിച്ച് മാല്യവാൻ ഒരു ചിലന്തിയായും പുഷ്പദന്തൻ ഒരു ആനയായും ഭൂമിയിൽ പിറന്നു. കാവേരി നദിക്കരയിൽ ഞാവൽ മരങ്ങൾ തിങ്ങി വളർന്നിരുന്ന ഒരു കാട്ടിൽ ഒരു ശിവലിംഗം ഉണ്ടായിരുന്നു. ആനയായി പിറന്ന പുഷ്പദന്തനും ചിലന്തിയായി പിറന്ന മാല്യവാനും ശിവലിംഗത്തെ ആരാധിക്കാൻ തുടങ്ങി. 2 പേർക്കും പരസ്പരം അറിയില്ല എങ്കിലും 2 പേരും വ്യത്യസ്ത സമയങ്ങൾ ശിവലിംഗ പൂജ ചെയ്തിരുന്നു. ആന കാവേരി നദിയിലെ ജലം തുമ്പിക്കൈയിൽ കൊണ്ടുവന്ന് ശിവലിംഗത്തിന് അഭിഷേകം നടത്തുകയും കാട്ടുപൂക്കൾ ഭഗവാന് സമർപ്പിക്കുകയും ചെയ്തു. ചിലന്തിയാകട്ടെ ശിവലിംഗത്തിന് മുകളിൽ ചിലന്തിവല നിർമ്മിച്ച് ഉണങ്ങിയ ഇലകൾ ശിവലിംഗത്തിന് മുകളിൽ വീഴുന്നത് തടഞ്ഞു. എന്നാൽ ആന പൂജ ചെയ്യാനായി വരുമ്പോഴെല്ലാം ശിവലിംഗത്തിന് മുകളിലെ ചിലന്തിവല വൃത്തിയാക്കുന്നതിന്റെ ഭാഗമായി എടുത്തു കളയാറുണ്ടായിരുന്നു. എന്നാൽ താൻ ദിവസവും ഭഗവാന് വേണ്ടി നെയ്തെടുക്കുന്ന വല ആരാണ് നശിപ്പിക്കുന്നതെന്നറിയാൻ ചിലന്തി അവിടെ ഒളിച്ചിരുന്നു. അപ്പോഴാണ് ആന തുമ്പിക്കൈയിൽ വെള്ളവുമായി ചിലന്തി വലകൾ ഉൾപ്പെടെ അവിടെ വൃത്തിയാക്കുന്നത് കണ്ടത്. ആനയുടെ പ്രവൃത്തിയിൽ ദേഷ്യം വന്ന ചിലന്തി ആനയുടെ തുമ്പിക്കൈയിലൂടെ അകത്തേക്ക് കടന്ന് ആനയെ കടിച്ചു കൊല്ലുകയും സ്വയം മരിക്കുകയും ചെയ്തു. ആന മോക്ഷം നേടുകയും ചിലന്തി കോച്ചങ്ക ചോഴനായി അടുത്ത ജന്മം സ്വീകരിക്കുകയും ചെയ്തു. ആനയോടുള്ള ബഹുമാനാർത്ഥം ഈ കാട് തിരു ആനൈക്ക എന്നറിയപ്പെടാൻ തുടങ്ങി. ക എന്നത് കാടിനെയാണ് സൂചിപ്പിക്കുന്നത്. പിന്നീടത് തിരുവാനൈക്കാവൽ എന്നും ഇപ്പോൾ തിരുവാനൈക്കോവിലെന്നും അറിയപ്പെടുന്നു. കോച്ചങ്ക ചോഴൻ ഭഗവാൻ ശിവന് വേണ്ടി 78ഓളം ക്ഷേത്രങ്ങൾ പണി കഴിപ്പിച്ചു അത്രേ. അതിൽ ആദ്യത്തേതാണ് തിരുവാനൈക്കാവൽ ജംബുകേശ്വരർ ക്ഷേത്രം. എന്നാൽ കഴിഞ്ഞ ജന്മത്തിലെ ആനയോടുള്ള ശത്രുത മനസ്സിൽ വെച്ച് കോച്ചൻകണ്ണൻ ക്ഷേത്രത്തിന്റെ ഗർഭഗൃഹത്തിലേക്ക് ഒരു ചെറിയ ആനയ്ക്ക് പോലും കടക്കാൻ സാധിക്കാത്ത വിധത്തിൽ ചെറിയ വാതിലുകൾ സ്ഥാപിച്ചു. ഇത്തരം ക്ഷേത്രങ്ങളെ മാടക്കോവിലുകൾ എന്നാണ് അറിയപ്പെടുന്നത്.
അതിനാൽ ക്ഷേത്രത്തിന്റെ ഗർഭഗൃഹത്തിലേക്ക് കുനിഞ്ഞു വേണം കയറേണ്ടത്. 4 അടി ഉയരവും 2.5 അടി വീതിയിലുമാണ് ജംബുലിംഗം പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഗർഭഗൃഹം സ്ഥിതി ചെയ്യുന്നത്. ഒരേ സമയം 10-ൽ താഴെ പേർക്ക് മാത്രമേ സ്വാമി ദർശനം സാധ്യമാവുകയുള്ളൂ. ആദ്യം കയറിയവർ ഇറങ്ങുമ്പോഴാണ് അടുത്ത ഭക്തരെ അകത്തേക്ക് പ്രവേശിപ്പിക്കുന്നത്. ശിവലിംഗത്തിന് വളരെ അടുത്തായി നിന്ന് നമുക്കിവിടെ ഭഗവാനെ ദർശിക്കാൻ സാധിക്കും. ശിവലിംഗത്തിന് ചുറ്റുമായി എപ്പോഴും ജലത്തിന്റെ സാന്നിധ്യം ഉണ്ടാകും എന്നത് ജംബുകേശ്വര ക്ഷേത്രത്തിന്റെ ഒരു പ്രത്യേകതയാണ്. കാവേരി നദിയിൽ നിന്നുള്ള ഉറവയാണത്. ജലത്തിന്റെ സാന്നിധ്യമുള്ളതിനാൽ ശിവലിംഗത്തെ ജലലിംഗമെന്നും അപ്പുലിംഗമെന്നും അറിയപ്പെടുന്നു. ജലത്തെ പ്രതിനിധാനം ചെയ്യുന്ന ലിംഗം എന്നതിന് തെളിവായി കാവേരി നദി സദാസമയവും ശിവലിംഗത്തിനടിയിലായി ഒഴുകിക്കൊണ്ടേയിരിക്കും. മഴക്കാലമാവുമ്പോൾ ഈ നീരൊഴുക്ക് വീണ്ടും കൂടുതലായിരിക്കുമെന്നാണ് പറയുന്നത്. ശിവലിംഗ പ്രതിഷ്ഠയ്ക്ക് എതിർവശത്തായി 9 ദ്വാരങ്ങളോട് കൂടിയ ഒരു ജന്നൽ കാണാം. ഇത് മനുഷ്യ ശരീരത്തിലെ നവദ്വാരങ്ങളെയാണ് പ്രതിനിധീകരിക്കുന്നത്. നവദ്വാരങ്ങളെയും നിയന്ത്രിച്ചുകൊണ്ട് ഭഗവാനെ ദർശിക്കുക എന്ന തത്വവും ഇവിടെ നിലനിൽക്കുന്നു. ചിലന്തിയും ആനയും ജംബുകേശ്വരരെ ആരാധിക്കുന്നതിലൂടെ ശ്രീകാളഹസ്തി ക്ഷേത്രത്തിന്റെ ഐതിഹ്യവുമായി ഇവിടത്തെ ഐതിഹ്യത്തിന് സാമ്യമുണ്ട്. എങ്കിലും ശ്രീകാളഹസ്തിയിൽ ആനയും ചിലന്തിയും സർപ്പവും ചേർന്നാണ് ശ്രീകാളഹസ്തീശ്വരനെ ആരാധിച്ച് മോക്ഷം നേടിയത്. ജംബുമുനി തപസ്സനുഷ്ഠിച്ച സ്ഥലമായതിനാൽ ഇവിടെ ജംബുകേശ്വരം എന്നും അറിയപ്പെടുന്നു. ഒരിക്കൽ ജംബുമുനിക്ക് വെൺഞാവൽ മരത്തിൽ നിന്നും ഒരു ഞാവൽപ്പഴം ലഭിക്കുകയുണ്ടായി. മഹാതപസ്വിയായ ജംബുമുനി കൈലാസത്തിലെത്തി ഞാവൽപ്പഴം ഭഗവാൻ ശിവന് സമർപ്പിച്ചു. ഭഗവാൻ ആ പഴം കഴിച്ചതിനു ശേഷം അതിന്റെ കുരു തുപ്പുകയും ചെയ്തു. ജംബുമുനി ആ കുരു പ്രസാദമായി കഴിച്ചു. ജംബുമുനിയുടെ ഭക്തിയിൽ പ്രസാദിച്ച ഭഗവാൻ മുനിയോട് എന്ത് വരമാണ് വേണ്ടതെന്ന് ചോദിച്ചു. മുനി തപസ്സനുഷ്ഠിക്കുന്ന വനത്തിൽ വന്ന് ഭഗവാൻ ദർശനം നൽകണമെന്നതായിരുന്നു മുനിയുടെ ആഗ്രഹം. അതിനുശേഷം ഭൂമിയിലേക്ക് മടങ്ങിയ മുനി ഞാവൽ മരങ്ങൾ നിറഞ്ഞ ഈ പ്രദേശത്ത് വന്ന് തപസ് തുടർന്നു. ഭഗവാന്റെ വായിൽ നിന്നും പുറത്തു വന്ന ഞാവൽ മരത്തിന്റെ കുരു ജംബുമുനിയുടെ തലയ്ക്ക് മുകളിൽ ഒരു മരമായി വളർന്നു. അപ്പോൾ മഹാദേവൻ പ്രത്യക്ഷപ്പെട്ട് മുനിക്ക് മോക്ഷം നൽകിയെന്നുമാണ് ഐതിഹ്യം. ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഈ ഐതിഹ്യങ്ങളെല്ലാം ക്ഷേത്ര തൂണുകളിൽ ശില്പങ്ങളായി കൊത്തിവെച്ചിരിക്കുന്നത് കാണാം. പാർവതീദേവി ജംബുകേശ്വര ക്ഷേത്രത്തിൽ അഖിലാണ്ടേശ്വരിയായാണ് ദർശനം നൽകുന്നത്. ഓരോ പ്രാവശ്യവും പാർവതീദേവി ചെയ്യുന്ന നിസ്സാര തെറ്റുകൾക്ക് ദേവി ഭൂമിയിൽ വന്ന് തപസ്സനുഷ്ഠിച്ച് വീണ്ടും ശിവനുമായി ഒന്നുചേരുന്ന ഐതിഹ്യങ്ങൾ പുരാണങ്ങളിൽ കാണാറുണ്ട്. എന്നാൽ ഇത് ഭഗവാന്റെയും ദേവിയുടെയും ദിവ്യലീലകളാണ്. ശിവശക്തി തത്വത്തെ മനസ്സിലാക്കുന്നതിനും എപ്പോഴൊക്കെ ഭൂമിയിൽ മനുഷ്യരുൾപ്പെടെയുള്ള ജീവജാലങ്ങൾക്ക് ശരിയായ ജ്ഞാനവും വഴികാട്ടലും ആവശ്യമായി വരുന്നോ അപ്പോഴെല്ലാം ഭഗവാനും ദേവിയും ഇത്തരം ദിവ്യലീലകൾ നടത്താറുണ്ട്. അത്തരത്തിലൊരു ദിവ്യലീലയാണ് ജംബുകേശ്വര ക്ഷേത്രവുമായും ബന്ധപ്പെട്ടിരിക്കുന്നത്. ഒരിക്കൽ മഹാദേവൻ കൈലാസത്തിൽ തപസ്സനുഷ്ഠിച്ചുകൊണ്ടിരിക്കവേ പാർവതീദേവി ഭഗവാനെ കളിയാക്കി. പാർവതീദേവിയുടെ ഈ പ്രവൃത്തിക്ക് പ്രായശ്ചിത്തമായി ഭഗവാൻ ദേവിയെ ഭൂമിയിൽ പോയി തപസ്സനുഷ്ഠിക്കാൻ ആവശ്യപ്പെട്ടു. ചില ഐതിഹ്യങ്ങളിൽ സൂര്യനും ചന്ദ്രനുമാകുന്ന മഹാദേവന്റെ 2 കണ്ണുകൾ പാർവതീദേവി സ്വന്തം കൈകളാൽ മറച്ചതിനാലാണ് ഭഗവാൻ ദേവിയെ ഭൂമിയിലേക്ക് അയച്ച് തപസ്സനുഷ്ഠിക്കാൻ ആവശ്യപ്പെട്ടതായും പറയുന്നു. പാർവതീദേവി ജംബുവനം എന്നറിയപ്പെട്ടിരുന്ന വെൺഞാവൽ മരങ്ങൾ നിറഞ്ഞ കാട്ടിലെത്തുകയും ദേവിയുടെ തപശക്തിയാൽ കാവേരി നദിയിലെ ജലം ഉപയോഗിച്ച് ശിവലിംഗം നിർമ്മിച്ച് കഠിന തപസ്സനുഷ്ഠിക്കുകയും ചെയ്തു. ദേവിയുടെ തപസ്സിൽ സംപ്രീതനായ ഭഗവാൻ ദേവിക്ക് മുന്നിലെത്തി ദേവിക്ക് ശിവജ്ഞാനം ഉപദേശിച്ചു നൽകി. ദേവിക്ക് ശിവൻ ജ്ഞാനം ഉപദേശിച്ചു നൽകിയതിനാൽ അഖിലാണ്ടേശ്വരി ഇവിടെ ശിഷ്യയായും ജംബുകേശ്വരർ ഗുരുവായും കാണപ്പെടുന്നു. പടിഞ്ഞാറ് ദർശനമായി ജംബുകേശ്വരരും കിഴക്ക് ദർശനമായി അഖിലാണ്ടേശ്വരിയും ഇവിടെ കുടികൊള്ളുന്നു. ശിവൻ പാർവതീദേവിക്ക് ജ്ഞാനോപദേശം നൽകിയ സ്ഥലമായതിനാലും ശിവനും പാർവതിയും എതിർ ദിശകളിൽ കുടികൊള്ളുന്നതിനാലും ഈ ക്ഷേത്രം ഉപദേശ സ്ഥലമായി കണക്കാക്കുന്നു. ഇവിടെ ജംബുകേശ്വരരും അഖിലാണ്ടേശ്വരിയും ഗുരു ശിഷ്യ ഭാവത്തിൽ കാണപ്പെടുന്നതിനാൽ ഇവിടെ സ്വാമിക്കും ദേവിക്കും തിരുക്കല്യാണം നടത്താറില്ല. എന്ന് മാത്രമല്ല അഖിലാണ്ടേശ്വരിക്കും ജംബുകേശ്വരർക്കും പള്ളിയറ പൂജയും ഉണ്ടാകാറില്ല. താടങ്ക പ്രതിഷ്ഠയാണ് ഈ ക്ഷേത്രത്തിലെ മറ്റൊരു പ്രത്യേകത. ആദിശങ്കരാചാര്യർ അഖിലാണ്ടേശ്വരി ദേവിയുടെ ചെവികളിൽ കർണാഭരണമായി ശ്രീചക്രം സ്ഥാപിച്ചതിനെയാണ് താടങ്ക പ്രതിഷ്ഠ എന്നറിയപ്പെടുന്നത്. ആദ്യകാലങ്ങളിൽ അഖിലാണ്ടേശ്വരി ദേവി ഉഗ്രസ്വരൂപിണിയായിരുന്നുവത്രേ. ദേവിയുടെ ഉഗ്രഭാവത്താൽ ഭക്തർക്ക് മാത്രമല്ല പൂജാരികൾക്ക് പോലും ദേവിയുടെ മുന്നിലെത്താൻ ഭയമായിരുന്നുവത്രേ. അപ്പോഴാണ് ആദിശങ്കരാചാര്യർ ക്ഷേത്രത്തിലെത്തുകയും ദേവിയുടെ ഉഗ്രഭാവം ശാന്തപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്തത്.
ദേവിയുടെ രൗദ്രത ശാന്തമാക്കുന്നതിന്റെ ആദ്യപടിയായി ദേവീ സന്നിധിയുടെ നേരെ മുന്നിലായി ദേവിയുടെ പുത്രനായ വിനായകനെ പ്രതിഷ്ഠിച്ചു. അതാണ് പ്രസന്ന വിനായക സന്നിധി. അതിനുശേഷം ദേവീ സന്നിധിയുടെ പിറകിലായി മുരുകനെയും പ്രതിഷ്ഠിച്ചു. ഇതിലൂടെ ദേവിയുടെ രൗദ്രഭാവത്തിന് അല്പം ശമനമുണ്ടായെങ്കിലും പൂർണ്ണമായും ദേവി ശാന്തയായില്ല. ദേവിയെ പൂർണ്ണമായും ശാന്തയാക്കുന്നതിനായി ശങ്കരാചാര്യർ 2 ശ്രീചക്രങ്ങൾ ദേവിയുടെ 2 കാതുകളിലും അണിയിച്ചു. ശ്രീചക്രങ്ങൾ പ്രതിഷ്ഠിച്ചതോടെ ദേവി പൂർണ്ണമായും ശാന്തയായി. ഇന്ന് അഖിലാണ്ടേശ്വരി ദേവി കാരുണ്യത്തിന്റെയും സ്നേഹത്തിന്റെയും പ്രതീകമായ മാതൃഭാവത്തിലാണ് കുടികൊള്ളുന്നത്. ആദി ശങ്കരാചാര്യർ നിരവധി ക്ഷേത്രങ്ങളിൽ ഉഗ്രരൂപത്തിൽ കാണപ്പെട്ടിരുന്ന ദേവീഭാവത്തെ ശാന്തപ്പെടുത്തുന്നതിനായി ശ്രീചക്ര പ്രതിഷ്ഠകൾ നടത്തിയിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതാണ് കാഞ്ചി കാമാക്ഷിയമ്മൻ ക്ഷേത്രത്തിലെ ശ്രീചക്ര പ്രതിഷ്ഠ. സാധാരണ ശ്രീചക്രം നിലത്താണ് പ്രതിഷ്ഠിക്കാറുള്ളത്. എന്നാൽ ഇവിടെ അത് സാധ്യമല്ലായിരുന്നു. കാരണം ജംബുകേശ്വര ക്ഷേത്രം നീർസ്ഥലമായതിനാൽ, അതായത് ജലത്തിന്റെ സാന്നിധ്യമുള്ളതിനാൽ നിലത്ത് ശ്രീചക്രം പ്രതിഷ്ഠിക്കുക സാധ്യമല്ലായിരുന്നു. അതിനാലാണ് ശങ്കരാചാര്യർ ശ്രീചക്രം ദേവിയുടെ കാതുകളിൽ അണിയിച്ചത്. ഇത് താടങ്ക പ്രതിഷ്ഠ എന്നറിയപ്പെടുന്നു. താടങ്ക പ്രതിഷ്ഠയുടെ പുനഃപ്രതിഷ്ഠാ കർമ്മങ്ങളെല്ലാം നിർവഹിക്കുന്നത് കാഞ്ചി കാമകോടി പീഠത്തിലെ ആചാര്യന്മാരാണ്. 1923 ഏപ്രിലിലും അടുത്തിടെ 2025 പുനഃപ്രതിഷ്ഠാ ചടങ്ങുകൾ നടത്തിയിരുന്നു. 2025 വിജയേന്ദ്ര സരസ്വതി സ്വാമികളുടെ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത്. അഖിലാണ്ടേശ്വരി ദേവി ഇവിടെ 4 സ്വരൂപങ്ങളിലായാണ് കുടികൊള്ളുന്നത്. രാവിലെ ലക്ഷ്മി ദേവിയായും, ഉച്ചയ്ക്ക് പാർവതി ദേവിയായും, വൈകുന്നേരം സരസ്വതി ദേവിയായും, രാത്രി അർദ്ധജാമ പൂജയിൽ വാരാഹി ദേവിയായും മാറുന്നു എന്നതും ഈ ക്ഷേത്രത്തിലെ മാത്രം പ്രത്യേകതയാണ്. ഇതിൽ ഉച്ചകാല പൂജ വളരെ വിശേഷമാണ്. ഇവിടെ പാർവതി ദേവി നേരിട്ട് ചെന്ന് ജംബുകേശ്വരർക്ക് പൂജകൾ ചെയ്യുന്നതായാണ് സങ്കല്പം. അതിനാൽ ഈ സമയം ക്ഷേത്ര പുരോഹിതൻ സ്ത്രീവേഷമണിഞ്ഞ് അഖിലാണ്ടേശ്വരിയായി സ്വയം സങ്കല്പിച്ച് ജംബുകേശ്വരർക്ക് ആരാധന നടത്തും. ഈ സമയത്ത് തന്നെ പൂജാരി കരിമ്പശു എന്നറിയപ്പെടുന്ന കറുത്ത പശുവിന് ഗോപൂജകളും സമർപ്പിക്കും. ശിവജ്ഞാനം ഭഗവാൻ ഉപദേശിച്ച് നൽകിയതിനാൽ ദേവി ഇവിടെ ജ്ഞാനദേവത കൂടിയാണ്. അതിനാൽ വിദ്യാഭ്യാസ പുരോഗതിക്കും കലാരംഗത്ത് ശോഭിക്കുന്നതിനുമൊക്കെ ഇവിടെ ധാരാളം പേർ ദർശനത്തിനായി എത്താറുണ്ട്. ഇവിടെ ശിവസ്ഥലം എന്നതിനൊപ്പം തന്നെ ശക്തിസ്ഥലം എന്നതിനും പ്രാധാന്യമുണ്ട്. 15ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരു തമിഴ് കവിയായിരുന്നു കാലമേഘ പുലവർ. കാലമേഘം എന്നാൽ മഴമേഘം എന്നും പുലവർ എന്നാൽ കവി എന്നുമാണ് തമിഴിൽ അർത്ഥം. കാലമേഘത്തിന് മഴമേഘങ്ങൾ പെയ്തിറങ്ങുന്നത് പോലെ കവിതകൾ ആലപിക്കാനുള്ള കഴിവ് ലഭിച്ചത് അഖിലാണ്ടേശ്വരിയുടെ അനുഗ്രഹം കൊണ്ടാണത്രേ. വരദൻ എന്നായിരുന്നു കവി കാലമേഘത്തിന്റെ യഥാർത്ഥ പേര്. ക്ഷേത്രത്തിലെ പാചകപ്പുരയിലെ ഒരു സാധാരണ ജീവനക്കാരനായിരുന്നു വരദൻ. ഒരിക്കൽ ജംബുകേശ്വര ക്ഷേത്രത്തിൽ വെച്ച് ഒരു പെൺകുട്ടിയുടെ വേഷത്തിൽ വന്ന അഖിലാണ്ടേശ്വരി ദേവി ചവച്ചരച്ച വെറ്റിലയും പാക്കും സ്വന്തം വായിൽ നിന്നെടുത്ത് ഒരമ്മ കുഞ്ഞിന്റെ വായിൽ വെച്ചുകൊടുക്കുന്നത് പോലെ വരദന്റെ വായിൽ വെച്ചുകൊടുത്തു അത്രേ. രണ്ടാമതൊന്നും ആലോചിക്കാതെ വരദൻ അത് സ്വന്തം വായിലിട്ട് ചവച്ചിറക്കി. അതിനുശേഷമാണ് വരദൻ കാലമേഘ പുലവരായത്. കാലമേഘത്തിന്റെ വായിൽ നിന്ന് വാക്കുകൾ കവിതകളായി അനർഗളം പ്രവഹിക്കുമായിരുന്നു അത്രേ. ജംബുകേശ്വര സന്നിധിക്ക് മുന്നിലെ പ്രകാരത്തിലുള്ള 4 വലിയ തൂണുകൾ ഏവരെയും അതിശയിപ്പിക്കുന്ന രീതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. സാധാരണ തൂണുകൾ എന്നതിലുപരി വലിപ്പമേറിയ ഓരോ തൂണുകളിലും വളരെ ഭംഗിയോടും കൃത്യതയോടുമുള്ള കൊത്തുപണികൾ വളരെ ആകർഷകമായി കാണാം. 4 തൂണുകൾ തിരുവാണേക്കാവൽ, തിരുവാരൂർ, മഹേന്ദ്രഗിരി, കൈലാസം എന്നിങ്ങനെ 4 ശിവസ്ഥലങ്ങളെ സൂചിപ്പിക്കുന്നു. ഒരു തൂണിൽ തിരുവാണേക്കാവൽ ഐതിഹ്യം ശില്പരൂപത്തിൽ കാണാം. മറ്റുള്ള 3 തൂണുകളിലായി ശിവപാർവതിമാർ സ്കന്ദനോടൊപ്പം ഇരിക്കുന്ന സോമസ്കന്ദ ശില്പവും, ശിവപാർവതിമാർ നന്ദിവാഹനത്തിൽ ഇരിക്കുന്ന ശില്പം, രാവണൻ കൈലാസപർവ്വതത്തെ ഉയർത്താൻ ശ്രമിക്കുന്ന ശില്പം എന്നിവയും കാണാം. ഇതുകൂടാതെ ശില്പവേലകളാൽ സമ്പന്നമായ നിരവധി തൂണുകളും മണ്ഡപങ്ങളുമെല്ലാം ക്ഷേത്രത്തിൽ വേറെയുമുണ്ട്. നിരവധി ഗോപുരങ്ങൾ കടന്നു വേണം ക്ഷേത്രത്തിന്റെ പ്രധാന ഭാഗങ്ങളിലും ഗർഭഗൃഹത്തിലും എത്തേണ്ടത്. ഈ ക്ഷേത്രത്തിൻ്റെതായി 9 തീർത്ഥങ്ങൾ ഉള്ളതായി പറയുന്നു. ഒട്ടനവധി ഉപദേവതാ പ്രതിഷ്ഠകളും ക്ഷേത്രത്തിലുണ്ട്. കുബേരലിംഗവും നാഗപ്രതിഷ്ഠയുമെല്ലാം ക്ഷേത്രത്തിന്റെ ദക്ഷിണ ഗോപുരത്തിനടുത്തായാണ് സ്ഥിതി ചെയ്യുന്നത്. ക്ഷേത്ര മതിലിനുള്ളിൽ തന്നെ ഗോശാലയും ഉണ്ട്. ക്ഷേത്രത്തിലെ സ്ഥലവൃക്ഷം വെൺഞാവൽ മരമാണ്. ക്ഷേത്രത്തിനുള്ളിൽ തന്നെ ഒരു വെൺഞാവൽ മരം നമുക്ക് കാണാം. ജംബുകേശ്വര ക്ഷേത്രം സ്വാധിഷ്ഠാന ചക്രത്തെ പ്രതിനിധീകരിക്കുന്ന സ്ഥലമാണ്.
ഇത് ജലതത്വത്തെ സൂചിപ്പിക്കുന്നു. തിരുജ്ഞാന സംബന്ധർ, അപ്പർ, സുന്ദരർ, മാണിക്യവാസകർ എന്നിവരെല്ലാം ഈ ക്ഷേത്രത്തെ സ്തുതിച്ചു പാടിയിട്ടുണ്ട്. ജംബുകേശ്വര ക്ഷേത്രത്തിൽ നിന്നും ഏകദേശം 2 കിലോമീറ്റർ ദൂരെയായാണ് ശ്രീരംഗം രംഗനാഥസ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. 2 ക്ഷേത്രങ്ങളും ശ്രീരംഗം ദ്വീപിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ 2 ക്ഷേത്രങ്ങളും കൂടാതെ തിരുച്ചിയിലും സമീപ പ്രദേശത്തുമായി മറ്റു ചില പ്രശസ്ത ക്ഷേത്രങ്ങളുമുണ്ട്. സമയപുരം മാരിയമ്മൻ ക്ഷേത്രം, ഉച്ചിപ്പിള്ളയാർ ക്ഷേത്രം, തിരുപ്പട്ടൂർ ബ്രഹ്മപുരീശ്വര ക്ഷേത്രം, വയലൂർ മുരുകൻ ക്ഷേത്രം എന്നിവ അവയിൽ പ്രധാനപ്പെട്ടതാണ്. ജംബുകേശ്വര ക്ഷേത്രത്തിന്റെ വീഡിയോയിലൂടെ പഞ്ചഭൂത ക്ഷേത്രങ്ങളുടെ എല്ലാം വീഡിയോ നമ്മുടെ ചാനലിൽ ചെയ്ത് പൂർത്തിയാക്കാൻ സാധിച്ചു. വളരെ നാളായി കരുതിയിരുന്നതാണ് പഞ്ചഭൂത ക്ഷേത്രങ്ങളുടെ വീഡിയോകൾ കംപ്ലീറ്റ് ചെയ്യുക എന്നത്. ഭഗവാന്റെ അനുഗ്രഹത്താൽ അത് സാധിച്ചിരിക്കുന്നു. മറ്റ് 4 ക്ഷേത്രങ്ങളുടെയും വീഡിയോ ലിങ്കുകൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. ലിങ്ക് ക്ലിക്ക് ചെയ്ത് വീഡിയോ കാണാവുന്നതാണ്. ജംബുകേശ്വര ക്ഷേത്രത്തെക്കുറിച്ചുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്കും കൂടി ഷെയർ ചെയ്യുക. അതോടൊപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നമസ്കാരം.